പിന്നാലെ ഓടിവരുന്ന കൊലയാളിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ മനുഷ്യൻ ഒരു പ്രത്യേക കാർ സർവീസിനെ വിളിച്ചു. വാതിൽ തുറന്നു. ഡ്രൈവർ ഒരു യുവതിയായിരുന്നു. ചിന്തിക്കാൻ സമയമില്ലാതെ അയാൾ കാറിൽ കയറി. റിയർവ്യൂ മിററിലൂടെ പിന്തുടരുന്ന കാർ കണ്ടപ്പോൾ യുവതി സീറ്റ് ബെൽറ്റ് ധരിക്കാൻ ആവശ്യപ്പെട്ടു. അയാൾ കാര്യമാക്കിയില്ല. കൊലയാളി പ്രതികരിക്കും മുൻപ് യുവതി പെട്ടെന്ന് റിവേഴ്സ് എടുത്ത് വീൽ തിരിച്ച് ഒരു ഷാർപ്പ് ടേൺ പൂർത്തിയാക്കി കാർ മുന്നോട്ട് കുതിച്ചു. അയാൾ ഉടൻ സീറ്റ് ബെൽറ്റ് മുറുക്കി. തുരങ്കത്തിൽ നിന്ന് പുറത്തുവന്ന ശേഷം യുവതി വീണ്ടും ഡ്രിഫ്റ്റ് ചെയ്ത് ദിശ മാറ്റി. അവളുടെ ഡ്രൈവിംഗ് മികവിൽ പിന്നിലിരുന്നയാൾ അമ്പരന്നു. കൊലയാളി അധിക്ഷേപങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ യുവതി ഒരു എക്സ്ട്രീം ടേൺ നൽകി. കാർ ഒരു ഇടുങ്ങിയ ഇടവഴിയിലേക്ക് പാഞ്ഞു. ഒരു ചെറിയ ചാട്ടത്തിനു ശേഷം അവൾ സ്റ്റിയറിംഗ് വീൽ കറക്കി. കാർ കൃത്യമായി ഒരു പാർക്കിംഗ് സ്ഥലത്തേക്ക് സ്ലൈഡ് ചെയ്തു. കൊലയാളിക്ക് ലക്ഷ്യം നഷ്ടപ്പെട്ടു. രക്ഷപ്പെട്ടു എന്ന് കരുതിയെങ്കിലും ഇടവഴിയിൽ നിന്ന് പുറത്തുവന്നപ്പോൾ മുന്നിൽ മറ്റൊരു കൊലയാളിയുടെ കാർ പ്രത്യക്ഷപ്പെട്ടു. യുവതി ഉടൻ ഹാൻഡ് ബ്രേക്ക് വലിച്ച് ഡ്രിഫ്റ്റിംഗ് ടേൺ ചെയ്ത് 1 മില്ലിമീറ്റർ അകലത്തിൽ കടന്നുപോയി. പൂർണ്ണമായി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ യുവതി ഒരു വിജനമായ റോഡിലേക്ക് തിരിഞ്ഞു. കൊലയാളി തിരയാൻ പുറത്തിറങ്ങിയപ്പോൾ അവൾ ന്യൂട്രലിലേക്ക് മാറ്റി നിശബ്ദമായി പിന്നിലൂടെ ഉരുണ്ടുപോയി. മറ്റ് തിരച്ചിൽ വാഹനങ്ങൾ ശ്രദ്ധിച്ചു. വീണ്ടും ചേസിംഗ് തുടങ്ങി. കൂടുതൽ കൊലയാളികൾ പങ്കുചേർന്നു. റോഡരികിലെ സ്കാർഫോൾഡിംഗിൽ ഇടിച്ച യുവതി പിന്നാലെ വന്ന എല്ലാ കാറുകളെയും അതിനടിയിൽ തകർത്തു. എന്നിട്ട് അവൾ ആക്സിലറേറ്ററിൽ ശക്തമായി ചവിട്ടി. കാർ ഒരു ഇടുങ്ങിയ ഇടവഴിയിലേക്ക് ഞെരുങ്ങിക്കയറി. കൊലയാളികളെല്ലാം പ്രവേശന കവാടത്തിൽ കുടുങ്ങി. റെയിൽവേ ക്രോസിംഗ് ഗേറ്റ് വീഴുകയായിരുന്നു. യുവതി അല്പം വേഗത കുറച്ചെങ്കിലും കൊലയാളികൾ അടുത്തെത്തി. അവൾ പെട്ടെന്ന് ആക്സിലറേറ്റർ ചവിട്ടി ട്രെയിനിന് നേരെ പാഞ്ഞു. ട്രെയിൻ അലറി വന്നപ്പോൾ അവസാന നിമിഷം അവൾ ഡ്രിഫ്റ്റ് ചെയ്തു. കാർ ട്രെയിനിന്റെ മുൻഭാഗത്ത് ഉരസിപ്പാളങ്ങൾ കടന്നു. ഒടുവിൽ പിന്തുടരൽ അവസാനിച്ചു. ആ മനുഷ്യനെ ലക്ഷ്യസ്ഥാനത്ത് കൃത്യസമയത്ത് എത്തിച്ചു. കൂലി കൊടുത്ത് അവനുവേണ്ടി ജോലി ചെയ്യാൻ യുവതിയെ ക്ഷണിച്ചു. എന്നാൽ അവൾ പണം വാങ്ങി നടന്നുപോയി.